വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ബാഗിൽ എന്തൊക്കെയാണുള്ളത്. എനിക്ക് 3 ബാഗാണുള്ളത്. അതായത് 3 ബാഗാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോ ആ കുട്ടിയുടെ ചിത്രമുള്ള ബാഗ് അതാ ഈ ബാഗ്, ഫസ്റ്റ് ബാഗ്. ഇതാണ് ഞാൻ ലാസ്റ്റ് വാങ്ങിയ ബാഗ്. ഇതാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ബാഗാണ്. കുറെ സ്ഥലമൊക്കെ ഉണ്ട് അതിന്റെ ഉള്ളില്. അങ്ങനത്തെ ഒരു വള്ളി വരുന്നത് ഇതിന്റെ നൈസ് ഡേ എന്ന് എഴുതിക്കുന്നത് ഇതിന്റെ മേലെ. കണ്ട ഈ ക്യൂട്ട് പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ട്. കണ്ട നല്ല രസമുള്ള ഒരു ബാഗല്ലേ. പിന്നെ ബാഗ് ഞാൻ വാങ്ങിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. 200 രൂപ അങ്ങനെ ഉണ്ടാവും ഈ ബാഗിന് വരുന്നത്. പിന്നെ ഇതിന് ഫ്രണ്ടിൽ വലിയൊരു ഷിബ് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ തുറക്കും. അപ്പൊ അത് തുറന്നാല് ചെറിയൊരു അറണ്ട് ഉള്ളില്. പിന്നെ ഈ ബാഗിലുള്ളത് കുട്ടിയുടെ കുത്തിവെപ്പിന്റെ ഒരു ബുക്കാണ്. ഈ അംഗനവാടിയിൽ നിന്നൊക്കെ തരൂല കുത്തിവെപ്പിന്റെ അമ്മയും കുഞ്ഞും പറഞ്ഞ ബുക്ക്, അതാണ് ഇട്ടത്. പിന്നെ ഇതിൽ കുറെ ഗുളികയാണ്. ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോഴാണ് ഇപ്പൊ ബാഗ് കൊണ്ടുപോകലെന്ന്. അപ്പൊ അതിന്റെ ഗുളികയൊക്കെയാണ്. കുറെ ഗുളിക ഉണ്ട്. അതൊക്കെ ഞാൻ കുടിച്ചിട്ടില്ല ഗുളിക. കുറെ വെറുതെ ഇങ്ങനെ വാങ്ങുന്നല്ലാതെ ഞാൻ കുടിക്കാൻ പിന്നെ മറക്കും. കുറച്ച് കുടിക്കും, കുറച്ച് കുടിച്ചിട്ടില്ല അങ്ങനെയൊക്കെ. പിന്നെ ഇത് കുറെ ഗുളികകൾ, കറുപ്പ്, വെള്ള, പല കളറ് ഗുളിക ഉണ്ട്. പിന്നെ അടുത്തത് ഇതാ ഒരു കൂളിംഗ് ഗ്ലാസ് ആണ്. എന്താണ് അത്? പമ്പേഴ്സിന്റെ എന്തോ സ്റ്റിക്കർ ആണ്. ഞാൻ വെച്ചതാ. പിന്നെ കൂളിംഗ് ഗ്ലാസ്, റൈബാന്റെ കൂളിംഗ് ഗ്ലാസ് ആണ് കേട്ടോ. എങ്ങോട്ട് പോകുമ്പോഴും വെക്കലൊന്നുമില്ല. ഞാൻ എൻ്റെ കാലൊക്കെ കുട്ടിയോട് കുത്തി ഓടിച്ചിരുന്നു. പിന്നെ ഞാൻ ടെറസിന്റെ മേലെ അരി, മുളക് അങ്ങനെ കൊണക്കാൻ പോലെ നല്ല വെയിലേക്കാരില്ല. അപ്പൊ ഞാൻ എടുത്തു വെക്കും. അല്ലെങ്കിൽ തലവേദനിക്കും അതിനോട്. അല്ലാതെ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ വെക്കില്ല. വെറുതെ ടെറസിന്റെ മേലെ പൂവ് വെക്കണില്ല. പിന്നുള്ളത് റിബണാണ്. കണ്ട അതിന്റെ ഇടയിൽ ആരോ തലട്ട് നോക്കണണ്ട. ചെറിയ കുരുപ്പാണത്. അങ്ങനെ. പിന്നെ റോസ് ഗുളിക, പലതരം കളർ ഗുളികളാട്ടത്തിലുള്ളത്. വേറെ ഒന്നും ഇല്ല. അതിനൊക്കെ ഒരു പഞ്ഞി. കുട്ടീനെ കുത്തിവെപ്പ് എടുക്കാൻ പോയിരുന്നു 3 ദിവസം മുന്നേ. അപ്പൊ അതിന്റെ പഞ്ഞിയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ കണ്ട ചെറിയ സ്പൂണ്. പിന്നെ എന്റെ വീട്ടിൽ പോയപ്പോഴേ അടിച്ചു മാറ്റി കൊണ്ടാണ്, ആരും പറയണ്ട. അങ്ങനെ കുട്ടിക്ക് ഒരു 6 മാസമൊക്കെ ആയാൽ, ഇപ്പൊ പാല് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കുട്ടിക്ക് 6 മാസം ആയാൽ റാഗി കുറുക്ക് കൊടുക്കുമ്പോൾ സ്പൂൺ വേണ്ടിയിട്ടില്ല. അപ്പൊ ഞാൻ കണ്ടപ്പോൾ എടുത്തുകൊണ്ട് പോകണം. പിന്നെയുള്ള ഈ ബാഗ് എന്ന് പറഞ്ഞാൽ കണ്ട മുന്നത്തെ ജിബൊന്നും ഇല്ലാത്തൊരു മണ്ട ബാഗ്. ഞാൻ ആദ്യം വാങ്ങിയ ബാഗാണിത്. മീഷോന്നാട്ടോ വാങ്ങിക്കണത്. ഇതിലെന്തോ കുറച്ചെന്തോ വിലയുള്ളൂ. അതിൽ കണ്ട പണ്ടത്തെ ഒരു 500ന്റെ നോട്ട്. ഓർമ്മക്കായി വെച്ചതാണ്. അങ്ങനെ അതിന്റെ ഷിബൊന്നും ഇല്ല കേട്ടോ. ഫ്രണ്ടത്തെ ഷിബൊക്കെ പോയിക്കണ്. പിന്നെ ഈ ബാഗിന് പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ, ഒന്ന് ഞെട്ടും പ്രത്യേകത കേട്ടാല്. ഫ്രണ്ടില് ഇപ്പൊ 2 അറല്ലേ ഇതിലുള്ളത്. ഫ്രണ്ടിൽ ഒരറയും ബാക്കിൽ അറയും. അപ്പൊ ഈ അറ തുറക്കുമ്പോ കണ്ട രണ്ടും ഒന്നാണ്. എന്റെ ഉള്ളിൽ കയറി പറഞ്ഞു ഞാൻ പറിച്ചെടുക്കുന്നത്. അങ്ങനത്തെ ബാഗൊക്കെ ആർക്കെങ്കിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യില്ല. ഇതില് വെക്കുന്നത് പറഞ്ഞാൽ എന്റെ മേക്കപ്പ് പ്രോഡക്റ്റ്, മേക്കപ്പ് അല്ല, ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ്, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആണ് ഇതിലൊക്കെ. അങ്ങനെ മേക്കപ്പ് ഒന്നും ഞാൻ യൂസ് ആക്കുന്നില്ല കേട്ടോ. ഫസ്റ്റ് വരുന്നത് റെക്സോണയുടെ മറ്റേ കൺസെപ്റ്റ് കഴുത്തി അങ്ങനൊക്കെ തേക്കൂലേ, അതാണുള്ളത്. അങ്ങനത്തെ 2 ഉണ്ട്. അടുത്തതും അത് തന്നെയാണ് കേട്ടോ. റെക്സോണിന്റെ ഒരിത്. മറ്റേത് കഴിയാനായിക്കാണ് ആദ്യത്തേന്ന്. പിന്നെ വരുന്നത് കാലുമ്മ തേക്കണ വാസ്ലിൻ ഫൂട്ട്, കാലുമ്മ തേക്കണ മടമ്പുമേ ലഭ്യമാണത്. പിന്നെ ഒരു മോയ്സ്ചറൈസർ കണ്ട ഒക്കെ കഴിഞ്ഞിരുന്നു. തോണ്ടി എന്റെ കുട്ടി തോണ്ടിട്ടാണ് അത് 15 കഴിഞ്ഞിരുന്നത്. അത് കണ്ട പിന്നെ എടുത്തു തേക്കും. പിന്നെ അടുത്ത് സൺസ്ക്രീന്. ഇത് മസ്റ്റാട്ടാ. അല്ലെങ്കിൽ ഇത് വെയിലത്ത് തേക്കാതെ പോയിട്ടുണ്ട്. വെയിലത്ത് ഈ സൺസ്ക്രീനും തേക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് മുഖം ചൊറിയും. ഡോക്ടർ പറഞ്ഞതാ തേക്കാൻ. പിന്നെ അടുത്തത് ഒരു മസ്കാര. അങ്ങനെ ഞാൻ മസ്കാര അങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല കേട്ടോ. അത് ഞാൻ കല്യാണത്തിന് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നല്ലാതെ ഞാൻ അങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല മസ്കാര. പിന്നെ വരുന്നത് ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ. അത് കുട്ടിക്ക് കിട്ടിയ ഐബ്രോ പെൻസിലാണ്. അപ്പോൾ ആരോ കൊടുന്നതാണ്. പക്ഷെ ഞാനാണത് പിരികത്തും എഴുതൽ. കുട്ടിക്ക് പിരിയൊന്നും എഴുതി കൊടുക്കില്ല. പിന്നെ വരുന്നത് ലിപ്സ്റ്റിക്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം. മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 200 സംതിങ് റേറ്റ് വരുന്നത്. ഇതിനിപ്പോൾ റേറ്റ് കുറഞ്ഞിങ്ങനെ തോന്നുന്നുണ്ട്. 100 സംതിങ് ഉള്ളു വില. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ബോളിവുഡ് സർപ്രൈസ് ആണ്. നല്ലൊരു ഷെയ്ഡാണ്. എല്ലാവർക്കും നല്ല മാച്ചാവും. പിന്നെ അടുത്തത് വരുന്നത് ഫിറ്റ്മിയുടെ ഒരു കോമ്പാക്റ്റ് പൗഡർ. ഇത് ഞാൻ ഏതോ ഭൂതകാലത്ത് വാങ്ങിയതാണ് ഗൈസ്. അന്ന് ഞാൻ കണ്ടപ്പോൾ ഒരു പുതിയതായിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഞാൻ ഉപയോഗിക്കലൊന്നുമില്ല. വെറുതെ ഇങ്ങനെ കാണാൻ വേണ്ടി വെച്ചിട്ട്. പിന്നെ അടുത്ത വരുന്നത് ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ഉപയോഗിക്കലൊന്നുമില്ല. പിന്നെന്താ
പിന്നെ ഒരു ഇത് കൺസീലർ, ഇത് ഞാൻ ഇങ്ങനെ അങ്ങനെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇടലുള്ളൂ കേട്ടോ. അത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്, നല്ലതാണ്. ഈ കണ്ണിൻ്റെ അടിയിലൊക്കെ ഡാർക്ക്നെസ് പോകാൻ നല്ലതാണ്. പിന്നെ ഇത് വരുന്നത് കണ്ണിൻ്റെ അടിയിൽ തേക്കണ എന്തോ ഒരു കുന്ത്രാണ്ടാണ് ഗൈസ്. ഇതിൻ്റെ ഒപ്പം കൊടുന്നതാണ്. ഇത് ഞാൻ എപ്പോഴേലും തോന്നുമ്പോൾ അങ്ങനെയൊക്കെ തേക്കോട്ടെ, എന്നും തേക്കൂല. പിന്നെന്താണ് പിന്നെ വരുന്നത് എന്താ വരട്ടങ്ങട്ട് ഇതിൻ്റെ ഐബ്രോ പെൻസിൽ, അത് ആദ്യത്തെ അത് കഴിയാനായിക്കണം കേട്ടോ. പിന്നെ വരുന്നത് സ്പോഞ്ചാണ്. ഈ കൺസീലർ ഇടുമ്പോൾ ഞാനത് അപ്ലൈ ഇങ്ങനെ ആ സ്പോഞ്ചായിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കും. പിന്നെ വരുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് വാങ്ങിയ ലിപ്സ്റ്റിക്കാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. അപ്പം ഞാൻ തേച്ച് കഴിഞ്ഞിരിക്കണം, എന്നാലും ഞാൻ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അടുത്തതാണ്. പിന്നെ വരുന്നത് ഒരു എന്താണ് ഐ സ്റ്റിക്ക്, കണ്ണിൽ എഴുതണ കാജലിൻ്റെ, അത് കഴിഞ്ഞിങ്ങനെ കടിച്ചിട്ട് എൻ്റെ തുമ്പൊക്കെ പോയിക്കണ കേട്ടോ. പിന്നെ വരുന്നത് വാസ്ലീൻ്റെ ഒരു ലിപ് തെറാപ്പി. ഇത് ചുണ്ടുമ്പോൾ തേക്കണ നല്ലതാണ്. ഈ എന്താണ് ചുണ്ട് വിള്ളലിന് ചുണ്ട് ഇങ്ങനെ പൊട്ടൂലേ, അതിനൊക്കെ നല്ലതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ബാഗിൽ. ഇതാണ് എൻ്റെ ബാഗ്. പിന്നെ അടുത്ത ബാഗ് വരുന്നത് ഇതൊക്കെ എൻ്റെ ഒപ്പം തന്ന ബാഗാണ് കേട്ടോ. ഇതിൽ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗാണ് തോന്നുന്നത്. പിന്നെ ഫ്ലൈറ്റിൻ്റെ ഒക്കെ ചിത്രമുണ്ട്. പിന്നെ ഫ്ലൈറ്റിൽ എന്ത് പോകാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ആശുപത്രി പോകുമ്പോഴൊക്കെ കൊണ്ടുപോവാ അങ്ങനെ. പിന്നെ ഇത് തുറന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ കുറച്ച് എന്താണ് അറകളൊക്കെ ആയിട്ട് വരുന്നത്, ഇങ്ങനെ കുറച്ച് ഇത്. അതിൽ ആദ്യത്തേൽ സ്ലൈഡ് തലമ കുത്തണ, പിന്നെ അങ്ങനത്തെ. പിന്നെ കുട്ടിയുടെ കുറച്ച് മുടുമ്പ കെട്ടി എന്താണ് ഇങ്ങനെ ആ തലമ്പ കുത്തണ ടിപ്പ് ടോപ്പ്. ഞങ്ങളവിടെ ടിപ്പ് ടോപ്പ് എന്നാട്ടോ പറയാ, ടിന്നൊക്കെ പറയണ കേൾക്കാം. ഞാൻ ടിപ്പ് ടോപ്പ് എന്ന് പറയും. ടിപ്പ് ടോപ്പ് അങ്ങനെ കുത്തണ കുറച്ച് സാധനങ്ങൾ ഐഷാൻ്റെ കുട്ടിയുടെ കുത്തണ. പിന്നെ വലിയറ അതിലും അതെ കുട്ടിയുടെ കുറേ മുടുമ്പ കെട്ടി, ചെറിയ കളർ ബണ്ണ്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ, ഹെയർ ബാൻഡ്, പിന്നെ മുടുമ്പ കെട്ടണ അങ്ങനത്തെ ഒക്കെ കുറച്ച് ഐറ്റംസാണ് അതിലുള്ളത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആദ്യമൊക്കെ ഞാൻ ഈ ചാനൽ തുടങ്ങി അന്നേക്ക് മോണിറ്റൈസേഷനൊക്കെ ആയിട്ട് എന്താണ് യൂട്യൂബിന് കുറേ വ്യൂസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. പക്ഷേ കോപ്പി റൈറ്റ് അങ്ങനത്തെ റീയൂസ്ഡ് കണ്ടന്റ് അവിടെ കുറച്ച് ഇഷ്യൂ കാരണം ഞാൻ കുറേ വീഡിയോ ഡിലീറ്റ് ചെയ്തു. പിന്നെക്ക് മതിയായിട്ട് ഞാനവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാനിപ്പോൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതാണ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഈ ബാഗ്. ഈ ബാഗിൽ അങ്ങനത്തെ കുറേ ഐറ്റംസ്, പിന്നെ ക്രാബ് ഇങ്ങനെ മുടുമ്പ് കിട്ടി അങ്ങനത്തെ കുറേ അല്ലറ ചില്ലറ വിടക്കൂസ് സാധനങ്ങളാണ് ഇതിലുള്ളത്. കണ്ടില്ലേ, അങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ വരുന്നത് നല്ല രസമുള്ളൊരു മാല കേട്ടോ, ഒരു ക്യൂട്ട് മാല. നല്ല ഇഷ്ടമാണ് ഈ മാല. അത് ചെറുതായി കണ്ടോ, നടുവിൽ ചെറുതായിട്ടൊരു കല്ലൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്, നല്ല രസമാണ് ഇത് ഇട്ടാൽ ഈ മാല കാണാൻ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ ബാഗിൽ വരുന്നത്. പിന്നെ അടുത്തതായിട്ട് പിന്നെ വരുന്നത് എന്താണ്, ഈ ഐസ്ക്രീമിൻ്റെ ഒരു ബോൾ. അതിൽ കുറച്ച് അങ്ങനെ കുറച്ച് മുടുമകട്ടി, പല കളർ മുടുമകട്ടി കണ്ടോ, അങ്ങനത്തെ പൂച്ചക്കുട്ടി, മയിലും കുട്ടി, എരുമക്കുട്ടി, പന്നിക്കുട്ടി, അങ്ങനത്തെ ഒക്കെ ചിത്രങ്ങളുള്ള കുറച്ച് മുടുമകട്ടിയും കാര്യങ്ങളൊക്കെ. അത്രേ ഉള്ളൂ കണ്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒക്കെ കുട്ടിയുടെ സാധനങ്ങൾ. എൻ്റെ അതൊന്നല്ല ഈ ബാഗിലുള്ളത്. കണ്ട ഒരാൾ ഇരിക്കണുണ്ട്. ഞാനിവിടെ വീഡിയോ എടുക്കുമ്പോൾ ഒരാളൊക്കെ എടുത്ത് തലയിലിട്ടിക്കണ്, കുളിച്ചിട്ട് ഇപ്പോൾ വരുന്നുള്ളൂ. അപ്പോൾ കണ്ടൊക്കെ ഉള്ളു തലയിൽ ഹെയർ ബാൻഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട ചിരിക്കണ്. ഇതാണ് ഐഷുട്ടി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ സബ്സ്ക്രൈബ് ചെയ്യണേ.